ഹലോ യൂട്യൂബ്, ഞാനിപ്പോൾ നിൽക്കുന്നത് മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ അണ്ടറിലുള്ള പാണിയേരി പോര് എന്ന സ്ഥലത്താണ്. എറണാകുളം ജില്ലയിലാണിത്. MC റോഡിൽ പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്ററാണ് പാണിയേരി പോരിലേക്ക്. കോതമംഗലം ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ നെല്ലിക്കുഴി ഓടക്കാല ജംഗ്ഷൻ വഴിയും, മൂവാറ്റുപുഴ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾ പേഴക്കാപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് റായ്പ്ര, ചെറുവട്ടൂർ, ഇരമല്ലൂർ റൂട്ടിൽ പോയിട്ട് നെല്ലിക്കുഴി ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് ഓടക്കാലി വഴി പാണിയേരി പോരിലെത്താം. ഇനി കോട്ടയം ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ മൂവാറ്റുപുഴയ്ക്ക് മുമ്പായി പേഴക്കാപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് തന്നെ വലത്തോട്ട് തിരിഞ്ഞ് ഞാനിപ്പോൾ പറഞ്ഞ റൂട്ടിലൂടെ തന്നെ പോകണം. പിന്നെ ഈ സ്ഥലം ഫാമിലി ട്രിപ്പിന് പറ്റിയ സ്ഥലമാണോ എന്ന് പറയുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പെരുമ്പാവൂർ, എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ വേങ്ങൂർ പഞ്ചായത്തിലാണ് ഈ സ്പോട്ട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിലാണ് പാണിയേരി പോര്. ഡു നോട്ട് ടച്ച് സോളാർ പവേർഡ് ഫെൻസ്. ഇവിടെ ആന വളരെ നല്ല രീതിയിലുണ്ട്, അതുകൊണ്ടാണ് ഇതെല്ലാം ഫെൻസിങ്ങും ഉണ്ട്. അതുപോലെ തന്നെ ചേഞ്ചിങ് റൂംസ് കുറേ ഉണ്ട് ഇവിടെ. ചേഞ്ചിങ് റൂം, ബ്രസ്റ്റ് ഫീഡിങ് റൂം, ടോയ്ലറ്റ്സ്, അങ്ങനെ കുറേ ഫെസിലിറ്റീസൊക്കെ എന്തായാലും ഉണ്ട്. ബേസിക് നീഡ്സിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആനയുണ്ട്, സൂക്ഷിക്കുക. ഈ സ്ഥലത്തിന് പാണിയേരി പോരെന്ന പേര് വരാൻ കാരണം പണ്ട് കാലത്ത് കാട്ടിൽ നിന്ന് മുള വെട്ടി ആ മുളങ്കെട്ടുകൾ ഈ പെരിയാറ്റിലൂടെ ചങ്ങാടത്തിൽ കൊണ്ടുവരാനായി മനുഷ്യൻ അക്ഷരാർത്ഥത്തിൽ വെള്ളവുമായി പോരായിരുന്നു. അന്ന് ഈ പാറക്കെട്ടുകൾക്കിടയിലൂടെയും മുകളിലൂടെയും ഒക്കെ കുത്തി വീഴുന്ന വെള്ളത്തിനോട് മനുഷ്യൻ പോരിലേർപ്പെട്ടിരുന്നതിനാൽ അതിൽ നിന്നുമാണ് ഈ സ്ഥലത്തിന് പാണിയേരി പോര് എന്ന പേര് വന്നത്. നൈസ് നെയിം, റൈറ്റ്? ഇവിടെ വന്ന് നമുക്ക് ചെയ്യാൻ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ ഒരു 1.5 കിലോമീറ്റർ ദൂരം നടപ്പുണ്ട്. ആ നടപ്പിൽ ആ ഭാഗത്താണ് ഈ മനോഹരമായ സ്ഥലത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാനും അനുഭവിക്കാനും പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഫാമിലി ആയിട്ടും കൂട്ടുകാരായിട്ടോ എല്ലാം വരുന്നതൊക്കെ കൊള്ളാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത് അവഗണിച്ചു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. ഇവിടെ 2 ട്രീ ഹൗസുകളാണുള്ളത്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളും 50 വയസ്സിന് മുകളിൽ പ്രായമായവരും അതുപോലെ മറ്റ് ആരോഗ്യ പ്രശ്നമുള്ളവരും ഈ ട്രീ ഹട്ടിൽ കയറാൻ പാടുള്ളതല്ല. എനിക്ക് പേടി തീരെ ഇല്ലാത്തതുകൊണ്ട് ഞാനിത് കയറിയില്ല. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം, തെളിനീര് ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്നു, കണ്ടാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്ത് മുഴുവൻ പാറക്കെട്ടുകളും ചുഴികളും ഇഷ്ടംപോലാണ്. ചില ഭാഗങ്ങളിൽ വെള്ളം കുത്തി ഒലിച്ചു പോകുന്നതാണ്. അവിടെയാണ് ആഴം പോലും ഇല്ല തീരെ തന്നെ, അങ്ങനെ തന്നെ പറയാം. പക്ഷേ പ്രശ്നം ഈ ഇതിനിടയ്ക്കെല്ലാം പ്രത്യേകം കിടങ്ങൾ പോലെ അതെല്ലാം ഉണ്ട്. ചെറുത്ത് വരുമ്പോഴത്തേക്ക് വെള്ളം നേരെയാവുന്ന വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പോകുന്നു. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറം പ്രശ്നമാണ്. അപ്പോൾ റിസ്ക് എടുത്ത് ഇവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങാതിരിക്കുക. അതായത് ഇവിടെ വാച്ച്മാൻമാരുണ്ട്, വാച്ച് വിമനുണ്ട്, അവർ പറയുന്നത് അനുസരിക്കുക. നമ്മൾക്ക് ഇവിടെ പോകുന്ന 1.5 കിലോമീറ്റർ ദൂരത്തിൽ കുറച്ച് സ്ഥലത്ത് നമുക്ക് ഇറങ്ങി കുളിക്കാനും കിടന്ന് രസിക്കാനും പറ്റിയ സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അവിടെ മാത്രം, അത് കുറച്ച് ദൂരമാണ്, അവിടെ മാത്രം ഇറങ്ങിക്കോളും അവർ അലവ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത്. അതല്ലാതെ ഇവരെ കണ്ണ് വെട്ടിച്ച് അതിലേതിലും പോയി കഴിഞ്ഞാൽ സ്വന്തം കുഴി കൊണ്ടും. 20 വർഷത്തിനിടയ്ക്ക് 89 പേരുടെ ജീവനാണ് ഇവിടെ പൊലിഞ്ഞത്. 89 പേരുടെ ജീവൻ. അത് ഈ നാട്ടുകാർ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് തന്നെ നല്ല ദേഷ്യം തോന്നും. ചുമ്മാ കള്ളും കുടിച്ച് വെള്ളം വെച്ച് വന്ന് അവർ കയറ്റി വിടത്തില്ല. കയറ്റി വിടാതെ വരുമ്പോഴത്തേക്ക് കുറച്ച് പേര് അപ്പുറത്തോടും ഇപ്പുറത്തോടും ഇവിടെ കണ്ണ് വെട്ടിച്ച് ഈ ഇറങ്ങാൻ പാടില്ലാത്ത അപകടകരമായ സ്ഥലത്ത് പുറമേ നിന്ന് കണ്ടൊന്നും തോന്നത്തില്ല. എൻജോയ്മെൻ്റ് പുറത്ത് അവിടെ പോയി ചാടി ഇറങ്ങി 5 പേര് പോയി ഇറങ്ങി 3 എണ്ണം അതിലേക്ക് പോയി. നമ്മളങ്ങനെ പറഞ്ഞു പോകും. കാരണം ഇവിടുത്തെ നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ഈ നേവിക്കോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം വരുന്നവർക്കല്ല പ്രശ്നം. ഇവിടുത്തെ നാട്ടുകാർക്കാണ് ഇങ്ങനെ ഈ കുടിച്ച് തോന്നിവാസം കാണിച്ച് ഒരു ലക്കിലാകാനും ഇല്ലാതെ വരുന്ന കുറേ പേരുണ്ട്. അവർ നാട്ടുകാർക്കാണ് ഏറ്റവും ശല്യമെന്ന് അവർ പറയുന്നത്. അല്ലാതെ രക്ഷാപ്രവർത്തകർക്ക് തന്നെ കുഴപ്പം. കുടിച്ച് തോന്നിവാസം കാണിച്ച് ഒരു ലക്കിലാകാനും ഇല്ലാതെ വരുന്ന കുറേ പേരുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് ആകപ്പാടൊന്ന് ഇതിൻ്റെ ക്ലോസ് ആയിട്ട് വരാൻ പറ്റിയ ഏരിയ. അത് ഉള്ളിലേക്ക് കുറച്ചേറെ നടന്ന് വന്നു കഴിയുമ്പോഴേ ഉള്ളൂ കേട്ടോ. അങ്ങ് മേളിലായിട്ട് അവിടെ ഇത്ര പേര് കുളിക്കുന്നൊക്കെ ഉണ്ട്, അതിനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. ഈ പെരിയാറിന്റെ സൈഡിലൂടെയാണ് നമുക്ക് 1.5 കിലോമീറ്റർ നടക്കേണ്ടത്. നല്ല ഭംഗി, 2 സൈഡും കൊടുങ്കാട്, നടുക്കൂടെ പെരിയാർ ഇങ്ങനെ ഒഴുകുന്നു. ഒരു കയറ് കെട്ടി അങ്ങ് എൻഡ് വരെ 1.5 കിലോമീറ്ററോളം ഈ കയറ് കെട്ടിയിട്ടുണ്ട്. എവിടെയെല്ലാം നമ്മൾ ഇറങ്ങരുത് എന്നുള്ളത് അവിടെ എല്ലാം കയറുണ്ട്. ആ കയറിട്ട ഭാഗം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. അത് കൂടുതൽ അതിന് ചോദ്യം പറിച്ചൊന്നുമില്ല. അവിടെ കൂടുതൽ മെണപ്പ് കാണിക്കാൻ പോയാൽ അനുഭവിക്കുക, അത്രേ ഉള്ളൂ. ഇതാണ് എങ്ങനെ ഉറക്കുന്നത്? കൊമ്പിട്ടോ തിന്നാൻ വേണ്ടി അല്ലേ? ഓ, ഇതാ വലിച്ച് പറിച്ചിട്ടിരിക്കുന്നല്ലേ? ഓക്കെ. ഇതെല്ലാം നല്ല അതിൽ കാണാം. ഈ കാണുന്നൊക്കെ അല്ലേ? ഇവിടെയും ഒരു ട്രീ ഹൗസ് ഉണ്ട്. മൊത്തം 2 ട്രീ ഹൗസാണ് ഉള്ളത്. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു ശാന്തമായതാന്ന് എനിക്ക് ഒഴുകുന്നത് അല്ലേ? ഭയങ്കര ശാന്തതയല്ലേ? പക്ഷെ ഇതിനകത്തെല്ലാം ഒരു സംഭവമുണ്ട്. അവിടെ 1, 2, 3 ഇങ്ങനെ ഉരുളി പോലെ ഒത്തിരി ഹോൾ പോലെ കാണാം, വലിയ ഹോള്. നമുക്ക് ഇറങ്ങി നിൽക്കാവുന്ന പോലെ അവിടെ എല്ലാം ഉണ്ട്. ഇത് കണ്ടോണേ,
നിങ്ങൾ ഈ ഒരു സംഭവം കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ നടുക്ക് ഉരുളി പോലെ കാണുന്നുണ്ടോ? അതിന്റെ ആഴം കണ്ടോ അതിനകത്തോട്ട്? ഇത് അകത്തേക്ക് ഗുഹ പോലെ പോവാ. ഇത് ഞാൻ വിചാരിച്ചാലും സെറ്റപ്പ് സ്ഥലം കേട്ടോ. കുറേ ഞാൻ ചെന്നപ്പോഴത്തേക്ക് കാണാം ഒരു ചെറിയ തടിപ്പാലമൊക്കെ ആയിട്ട് സെറ്റപ്പായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത്. കുറച്ച് തടസ്സങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ, പക്ഷേ ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ആ കുറച്ചുകൂടെ അങ്ങനെ പോവാം. പിന്നെ ഇവിടെ ഒന്നും അത്ര വലിയ കുഴപ്പമില്ല. പിന്നെ മറ്റൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ കഴിവതും നിങ്ങൾ കഴിക്കാനുള്ള സാധനം കൊണ്ട് വരുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഇവിടെ രണ്ട് ഈറ്ററീസ് കണ്ടിങ്ങനെ കഴിക്കാൻ, പക്ഷെ വലിയ ഹോട്ടലോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതിന് മുമ്പായിട്ട് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആ രണ്ട് സംഭവങ്ങളേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങോട്ട് കുറേ ദൂരം, ഒരു 300 മീറ്ററിലൂടെ പോകാം. ശരിപ്പം വെള്ളം വറ്റിക്കിടക്കുന്നുണ്ടോ? ഇപ്പം ജനുവരി ആയി, വർഷകാലം വന്നു കഴിഞ്ഞാൽ പിന്നെ മഴക്കാലം എത്തിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ്. ഒരു തരത്തിൽ ഇപ്പം ഈ കയറെ കെട്ടി കാണുന്ന ആ ഒരു പൊക്കത്തിൽ വെള്ളം വരും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അവിടുന്ന് നടന്നു വന്ന ഭാഗം മുഴുവൻ വെള്ളം കയറി നിൽക്കും. പിന്നെ ഇങ്ങോട്ടേക്ക് വരാനേ പറ്റത്തില്ല. ആ എൻട്രി പോയിന്റ് അവിടുന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് വരാം. പിന്നെ ഇങ്ങോട്ട് എനിക്കൊന്നൊരു 500 മീറ്ററോളം വരാനേ പറ്റത്തില്ല. അതുപോലെ വെള്ളം പൊങ്ങി ഇതെല്ലാം വെള്ളത്തിനടിയിലാവും. ഈ പോർഷൻ മുഴുവൻ ഇതെല്ലാം വെള്ളത്തിനടിയിലാവും. ഈ പോർഷൻ മുഴുവൻ. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗി. ഇവിടെയൊക്കെ അങ്ങ് ദൂരെയൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. നല്ല പൊരി വെയിലാണ്. എന്നാൽ ഇതുവരെ വെയിലാന്ന് പറഞ്ഞാൽ നമുക്ക് ആവി എടുക്കത്തില്ല കേട്ടോ. അങ്ങനൊരു ഗുണമുണ്ട്. പക്ഷേ അടുത്ത മാസം മുതൽ ഫെബ്രുവരി മാർച്ച് പിന്നെ അങ്ങോട്ട് ഊഹിക്കാമല്ലോ, നല്ല പൊരിഞ്ഞ വെയിലും ആയിരിക്കും. നല്ലതായിട്ട് വേർത്ത് കുളിക്കുകയും ചെയ്യും. ഇവിടെങ്ങും ആരെയും കാണുന്നില്ല. ഉണ്ട്, അവിടെ ആരൊക്കെ നിൽപ്പുണ്ട്. അവിടെയും ചെറിയൊരു പാലം കാണാം, ചെറിയൊരു പാലം. ചേട്ടന്മാർ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് കൈ കഴുകുന്നുണ്ടോ? ഊണൊക്കെ കഴിഞ്ഞോ? എത്ര മണിയോ ഡ്യൂട്ടി? 4:45. എത്ര മണിക്ക് തുടങ്ങും? ഇവിടെ റെസ്റ്റ് റൂമൊക്കെ ഉണ്ടോ? അതോ ഇരിക്കാനുള്ള ആ സംവിധാനമാണല്ലോ? ഞാനിവിടുത്തെ വാച്ച്മാൻമാരെല്ലാം ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവരും വളരെ ക്ഷീണിതരായിട്ടാണ് കാണപ്പെടുന്നത്. എല്ലാവരും അവരാണ് ആ ഭാഗത്തിന് അവിടുന്ന് പോര് 3 കൈവഴികൾ വന്ന് ജോയിൻ ആകുന്ന സ്ഥലം. നിങ്ങൾ നോക്കിയാൽ രാത്രി ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഈ സ്ഥലത്തിന്റെ വൈബല്ലേ? മുഴുവൻ പാറക്കെട്ടും വെള്ളച്ചാട്ടവും കുത്തിയൊലിച്ച് വാട്ടർഫ്ലോ. ആനകൾ എപ്പോഴും ആനയാണ് രാത്രി അയക്കുന്നത്, രാവിലെ വരെ. പകൽ ഈ ഭാഗത്തേക്ക് ആന വരില്ല. പക്ഷെ അല്ലാതെ ഇപ്പം എന്തായിരിക്കും വൈബല്ലേ? ഇത് മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ഇത് മുഴുവൻ വെള്ളത്തിനടിയിലാവും. അതുവരെ നമുക്ക് ഇവിടം വരെ വരാം ഇങ്ങനെ. ഈ പാറക്കെട്ടുകളുടെ ഒക്കെ ഭംഗി നോക്കി, എന്താ കലാവിരുത്. വർഷങ്ങളായിട്ട് വെള്ളം ഇങ്ങനെ ഒലിച്ചൊലിച്ച് എന്താ രസം. ഇപ്പം അതുകൊണ്ട് ഇവിടം വരെ വരാൻ പറ്റുന്നു. ഇതാണ് ഈ പോരെന്നറിയപ്പെടുന്ന പാണിയേലി പോര്. ഇത് പെരിയാറാണ്, പെരിയാറ്. മഴക്കാലമായി കഴിഞ്ഞപ്പോഴും ഇത് മുഴുവൻ വെള്ളത്തിനടിയിലാവും. സങ്കല്പിച്ച് നോക്കി, ഇത് മൊത്തം വെള്ളത്തിനടിയിലാവുന്നു. ഇത് ഫുള്ള് വെള്ളത്തിനടിയിലാവും. ഇതാ ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മുടെ മടുപ്പാണോ മറ്റേതാണോ മറിച്ചാണെന്നും പറഞ്ഞ് ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കാതെ കുറച്ച് സമയവും കാര്യങ്ങളും കണ്ടെത്തി ഇത്ര സ്ഥലങ്ങളിലൊക്കെ വരിക. വല്ലപ്പോഴും വരിക. ഇതൊന്നും സ്ഥിരമായിട്ട് വരണമെന്നൊന്നുമില്ല. അതുപോലെ മനോഹരമായ സ്ഥലങ്ങൾ അതൊക്കെ. നല്ലൊരു ക്ലൈമറ്റും അന്തരീക്ഷവും ഉണ്ടെങ്കിൽ പറയുകയും കൂടെ ഉണ്ട്. ഇപ്പം അത്യാവശ്യം പൊരിഞ്ഞ വിലോട്ടോ, പറയാൻ പറ്റത്തില്ല. അത് സമയം നോക്കി വന്നാൽ ഞാനിപ്പോൾ വന്നപ്പോഴത്തേക്ക് സമയം 1 മണിയായി. എങ്കിലും അടിപൊളി നല്ലൊരു മൂടാട്ടോ ഇവിടെ. അപ്പം മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ വരുന്നതൊക്കെ കൊള്ളാം. എല്ലാവരും നോക്കിയും കണ്ടും സൂക്ഷിച്ചും വന്ന് ആസ്വദിച്ച് കണ്ട് പോവുക. അങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഈ സ്ഥലത്തെത്തിയത്. രാവിലെ ആനയെ കാണാൻ വേണ്ടി വെളുപ്പിന് എഴുന്നേറ്റ് ഏഴാറ്റുമുഖത്ത്, അതിരപ്പള്ളിക്കടുത്ത് ഏഴാറ്റുമുഖത്ത് വന്നു. ആനകളൊക്കെ കണ്ടു, കുശലമൊക്കെ പറഞ്ഞിങ്ങ് പോകുന്നു. എന്നിട്ടിപ്പോൾ ഇതും കണ്ടു. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. മറ്റൊരു യാത്രയും അതിൻ്റെ വീഡിയോ ആയിട്ട് എഴുതും വരെ എല്ലാവർക്കും ബൈ.